രാവിലെ തന്നെ യാത്രയിലാണ്. നമ്മുടെ കോഴിക്കോട് നിന്ന് തുടങ്ങി കക്കാടംപൊയിൽ വരെ ബേപ്പൂർ റൂട്ടിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫാമിൻ്റെ സ്ഥലത്തോട്ട് പോകുന്ന യാത്രയിലാണ്. കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്തുള്ളൂ, 1.5 മണിക്കൂറാണ് കാണിക്കുന്ന അവിടെ വരെ എത്താൻ. സ്കൂട്ടറിന്മേലാണ് അപ്പോൾ രാവിലെ നേരം വെളുത്ത ടൈമിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഈ വഴി പോകുന്നത്. ഇത് രാമനാട്ടുകരയിൽ നിന്ന് തിരിഞ്ഞു പോകുന്നൊരു വഴിയാണ്. ഫറൂഖൊക്കെ കൂടി ഇങ്ങനെ ഇറങ്ങി പോകുന്നത് പുതിയ വഴിയാണല്ല, നല്ല എല്ലാം ടാർ ചെയ്ത് കക്കാടംപൊയിലോട്ടുള്ള വഴിയാണ്. കോഴിക്കോട് നിന്ന് ഈ വഴിയാണ് കക്കാടംപൊയിലോട്ട് എളുപ്പമെന്നത്. അപ്പോൾ അഫീഫ് നിലമ്പൂരിൽ നിന്ന് അവിടത്തേക്ക് എത്തും. അഫീഫ് അവിടെ വെയിറ്റ് ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അഫീഫിന് അവിടെ നിന്ന് സെയിം ഒരു 50 കിലോമീറ്ററോളം ഉണ്ടാവും. അത് അഫീഫിന് ഫുള്ള് മലയും കുന്നൊക്കെ കയറി വരണം. നമ്മൾ പിന്നെ നല്ല റോഡ് വഴിയാണ് പോകുന്നത്. ഈ കക്കാടംപൊയിലോട്ട് പോകുന്നൊരു വഴിയാണ്, പക്ഷേ ഇത് ഏതാ സ്ഥലം എന്നൊന്നും അറിയില്ല. മൊത്തം കൃഷിയാണോ, തെങ്ങൊക്കെ ഉണ്ട്, എല്ലാ തെങ്ങ്, കുറേ കവുങ്ങ്, ഇതൊക്കെ ഭയങ്കര വ്യൂ ഉള്ളൊരു സ്ഥലമാണ്. രാവിലെ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു മറ്റേ നമ്മുടെ മഞ്ഞ ഫോഗൊക്കെ കാണാൻ സാധ്യത ഉണ്ടായിരുന്നൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. വേറൊരു മനോഹരമായ കാഴ്ച, ചീക്കോടെന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ്. അങ്ങ് നോക്കിയാൽ കുറേ ബോട്ടുകൾ കാണാം. അത് ഒരു ഗ്രൗണ്ട്. ഒരു 9:08 ആയിട്ടുള്ളൂ കേട്ടോ ടൈം. വാഴത്തോട്ടം എന്നാ മലഞ്ചെരുവിലാണ് വെച്ചേക്കുന്നത്. പക്ഷെ എന്താ രസം നോക്കണം, ഇങ്ങനെ കുറേ കിടക്കാം. ഇതൊക്കെ രാവിലെ ആയതുകൊണ്ട് നനക്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരുടെ ആണെന്നറിഞ്ഞൂടാ, പക്ഷേ പോകുന്ന വഴിക്കുള്ളൊരു വാഴത്തോട്ടം ഭയങ്കര ഭംഗിയിലാണ് നിൽക്കുന്നത് വാഴകൾ. ആരോ നന്നായിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആക്കിയെടുത്തേക്കുന്ന തോട്ടം. അതായത് ഒരു 45 ഡിഗ്രി എങ്കിലും കയറും ഉണ്ടാവുക. അത്രയും ഹൈറ്റിലാണ് തോട്ടം നിൽക്കുന്നത്. വീണ്ടും 4ാമത്തെ ദിവസം ഫാമിലോട്ട് എത്തുന്നു സ്ഥലം. ഇത് നമ്മൾ ട്രാക്ടറൊക്കെ വെച്ച് വലിച്ചു. ഇതാണ് മഞ്ഞപ്പാറ, ഈ കാണുന്ന വ്യൂ പോയിൻ്റ്. ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഈ കവാട ഇങ്ങനെ നിൽക്കട്ടെ കേട്ടോ, ഇതൊന്നും ചെയ്യണ്ട. ഈ കവാടേ ഇങ്ങനെ നിൽക്കട്ടെ. എങ്ങനെ ഇടുന്ന സ്ഥലമല്ല, നമ്മൾ എങ്ങനെയാക്കി എടുത്തില്ലേ. ഇതൊരു ചോറൊക്കെ വെച്ചു കഴിഞ്ഞു. സോ സ്ഥലം തെളിഞ്ഞു. കാപ്പിയൊക്കെ നിർത്തിയില്ലേ നീ? ഇതും അവർ ഇതൊക്കെ ട്രാക്ടർ കയറ്റി ബാക്ക് വലിച്ചിറക്കിയാണ്ട് സാധനം ഇങ്ങനെ ഇറക്കിയാണ്ട് കൊണ്ടുവരും. ബാക്കിന് കയറ്റും, വലിച്ചിറക്കും. ഇത് മഞ്ഞപ്പാറ വ്യൂ പോയിന്റ് അല്ലേ? മഞ്ഞപ്പാറ എന്നല്ലേ സ്ഥലത്തിൻ്റെ പേര്? മഞ്ഞപ്പാറ വ്യൂ പോയിന്റ്. ഇവരെവിടെയാണോ പറമ്പേതാണോ? അവരെ പറമ്പല്ലോ നമ്മൾ ക്ലീൻ ആക്കിയത്. ഒരു സൈറ്റിലെത്തിയാണ്. സൈറ്റ് ഓരോ സൈറ്റ് ഇതൊക്കെ എന്താ കത്തിക്കാനാണുള്ളത്? എന്താ കത്തിക്കാനാണുള്ളത്?
ഒരു കുരങ്ങിനെ ട്രെയിൻ ചെയ്യിക്കുകയാണെങ്കിൽ തേങ്ങ ഉറപ്പിക്കായിരുന്നു. ഇൻവെർട്ടർ ഓൺ ആക്കിയിട്ടാ മതി. നിങ്ങളാണോ ഡ്യൂട്ടി? നമ്മൾ പറമ്പിൻ്റെ സെൻറ്ററിലൂടെ ഒരു വഴി വെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാനും ആക്സസിബിൾ ആവാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇടയ്ക്കുമ്പോഴേക്കും ഓരോ തെങ്ങുണ്ട്. 130 തെങ്ങുണ്ടായിരുന്നതാണ്. പക്ഷേ നോട്ടമില്ലാത്തതുകൊണ്ട് ആ തെങ്ങിൻ്റെ എണ്ണം കുറഞ്ഞ് ഇപ്പോൾ 20 തെങ്ങായി. ഇല്ലല്ലോ, കുഴപ്പമൊന്നുമില്ല. അത് കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും. മൊത്തം 7 ഏക്കർ സ്ഥലമാണിങ്ങനെ ഇവിടെ അവിടെ കിടക്കുന്നത്. നല്ല കളറായില്ലടാ മൊത്തം ആക്കി കഴിഞ്ഞപ്പോഴേ. ഏരിയ എങ്ങനെ കാണാൻ പറ്റണ്ട. പാമ്പ കൊണ്ട് നോക്കിക്കോട്ടോ, തൂമ്പാട കൈ. അല്ല ഈ എന്നേ പെരവും ഇതൊക്കെ നമ്മൾ കളയാനുള്ള പ്ലാൻ തന്നെയല്ലേ? അതെന്നാലും എളുപ്പമോ? ഈ കോട്ടിലോരെ ആക്കി തന്നല്ലോ. അല്ല അവിടെ അത്ര ഏരിയയിലും ആക്കി തൊട്ടില്ലല്ലേ? അവിടെ കുറച്ച് ഏരിയ ഒരു നിങ്ങൾ വേങ്ങരല്ലേ? ഞങ്ങൾ ഇത് ഇവർക്ക് ഈ അതിരൊന്ന് കാണിച്ചു. ഇവർ ഇതിലെന്തോ പ്രോജക്റ്റ് തുടങ്ങുന്നുണ്ട്. കൃഷിയാണോ എന്താന്ന് ഒരു പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിര് നമ്മളതിര് തൊഴിലില്ലാത്തന്നാണോ അതൊക്കെ പറ്റിയത്. അല്ല എന്നാലും ഭക്ഷണം കഴിക്കണ്ടേ? നമ്മൾ അങ്ങനത്തെ ഒരാൾക്കാരല്ല. നമ്മൾ 2-3 പ്രാവശ്യം വന്നിട്ട് ഒന്നും ഇല്ലാണ്ട് വന്ന് ഞങ്ങളിങ്ങനെ കിട്ടുമ്പോൾ തിന്നാൽ മതി. അതന്നെ. ട്രാക്ടർ ചെയ്യേണ്ട ലെവല് 15 മീറ്റർ മാക്സിമം അത്ര താൻ പാടുള്ളൂ. എൻ്റെ താഴത്ത് തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു വണ്ടിയും കൊണ്ടുവരാൻ പറ്റില്ല. വണ്ടി ഉണ്ടല്ലോ ഇതതിന് ഞങ്ങൾ JCB എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അതിരും വരമ്പ് ഇടാന്ന് കാണാനായിട്ടേ മൊത്തമായിട്ട് പോയ വരിക്കാൻ കൊണ്ടുപോയിട്ട് അങ്ങനെ കൊണ്ട് ഇങ്ങനെ വട്ടം കടത്തിനെ കൊണ്ടുവന്നു. അതിരും വരുമ്പോ എവിടെയായിരുന്നു എന്നാലും ഇത് നമുക്ക് നമ്മളിവിടെ ശരി നേരം നമ്മളിവിടെ ആൾക്കാർ പറഞ്ഞ് സ്ഥലം കാട്ടി കൊടുത്ത് കഴിഞ്ഞാൽ ഒന്ന് പണിത് പോകാൻ വെറുതെ ഫോറസ്റ്റ് കയറി പണിത് കണ്ട് നമുക്ക് പണി ഉണ്ടാക്കണ്ടല്ലോ. നല്ല കത്തുണ്ട് അവിടെ. കാട് ഫുള്ള് കത്തിക്കുകയാണേ, ക്ലീൻ ആക്കാനുള്ള പർപ്പസ്. ഫുള്ള് കാടായി കിടന്ന സ്ഥലമാണ്. നമ്മൾ കത്തിച്ച് വെട്ടി കത്തിച്ച് ആ ഫിഫോടെ നിന്ന് തീ കൊടുക്കുന്നുണ്ട്. നമുക്കേ എന്നാ കെടാതെ പോയി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണല്ലോ.
ഗ്യാപ്പ് റോഡ് പോലത്തെ റോഡാ അല്ലേ? വലിയ മതിൽക്കെട്ടൊക്കെ ഉണ്ട്. ഈ വശങ്ങളിലൊക്കെ തോട്ടം. ഇതൊക്കെ അരയോ പറമ്പ, അരയോ തോട്ടം. നമുക്ക് ഒന്നും നടന്നിട്ടില്ല. കംപ്ലീറ്റ് നമുക്ക്